ഇപ്പോൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലുള്ള കുറിഞ്ഞി, അതായത് നെല്ലാപ്പാറ എന്ന സ്ഥലത്തിനടുത്തുള്ള കുറിഞ്ഞിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കുറിഞ്ഞി തൊടുപുഴ റൂട്ടാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല നല്ല റോഡാണ്. പക്ഷേ ചിലയിടങ്ങളിൽ നല്ല വളവുണ്ട്. ചെറിയൊരു ഹെയർ പിന്നെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വളവുകളാണ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓടിക്കണം. നല്ല റോഡാണ്, നല്ല വീതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ അടുത്തൊരു വളവ് വന്നിരിക്കണം. ആദ്യത്തെ വളവാണ്. കുറിഞ്ഞിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ വളവാണ് ഇപ്പം നമ്മളെടുത്തിരിക്കുന്നത്. ഇതുപോലെ സമാനമായ 3-4 വളവുകൾ ഈ റൂട്ടിൽ അടുത്തടുത്തായിട്ടുണ്ട്. താഴെ വലിയ കുഴിയാണ്, കൊക്കയല്ല, കുഴിയാണ്. താഴെ വീടുകളൊക്കെ ഉണ്ട്. റോഡ് വളരെ ഉയരത്തിലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ യാത്ര ഓടിക്കുക. അതോടൊപ്പം തന്നെ ഇതിന് ചുറ്റുമുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് തന്നെ വണ്ടി ഓടിക്കുക. പേടിപ്പിക്കാൻ പറഞ്ഞല്ല, ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് അധികം സ്പീഡിൽ പോകാതിരിക്കുക, ഒരു മീഡിയം സ്പീഡിൽ പോവുക. രാത്രി കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും റൂട്ടില്ല, നല്ല അടിപൊളി റൂട്ടാണ്. അപ്പം വളവുകൾ ഉണ്ട്, 3-4 വളവുകളുണ്ട്. അത് വളവൊക്കെ ശ്രദ്ധിച്ച് വണ്ടി എടുത്താൽ മതി. നീ കിടന്ന് കരച്ചിലോട് കരച്ചിട്ടേ കുക്ക് ഒരിക്കലും അടിച്ചിട്ട് കരഞ്ഞിട്ടില്ല. കുക്ക് തിരിച്ചടിക്കുള്ളൂ അല്ലേ? ഇന്ന് കുക്ക് കരഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ കളിച്ചപ്പോ കണ്ണാടി കാണാറുണ്ട്. പിന്നെ നീ പാതിരാത്രി വെള്ളം കുടിക്കാൻ പോയില്ലേ? അപ്പൊ ഞാനേ കണ്ടേ ആദ്യം. അങ്ങനെ നമ്മൾ കരിങ്കുന്നം എന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കരിങ്കുന്നം ആ മേഖലയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. തൊടുപുഴയുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ് കരിങ്കുന്നം. അവിടുന്ന് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ തൊടുപുഴ ടൗണിലെത്താം. ഇപ്പോൾ നമ്മൾ കരിങ്കുന്നം എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം കടകളും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തം റബ്ബറും തോട്ടമാണ് 2 സൈഡിലും. വീടുകൾക്ക് ബാക്ക് സൈഡിലൊക്കെ റബ്ബർ കൃഷിയാണ്. അതോടൊപ്പം തന്നെ റബ്ബർ മാത്രമല്ല, മറ്റ് കൃഷികളും ഉണ്ട്. പരമ്പരാഗത കൃഷികൾ, വാഴ, കപ്പ, ചേന, കാച്ചിൽ, ഇങ്ങനെയുള്ള കൃഷികളും അവിടെ നടത്തപ്പെടുന്നുണ്ട്. നല്ലൊരു ശാന്തസുന്ദരമായൊരു ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കരിങ്കുന്നം ജംഗ്ഷനിലേക്ക് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണാം, വണ്ടികൾ വളരെ കുറവാണ്, ട്രാഫിക് കുറവാണ്. പക്ഷേ എന്നാൽ എപ്പോഴും ഇതേ രീതിയിലുള്ള ട്രാഫിക് തന്നെ ഇവിടെ ഉണ്ടാവും. ഇത്രയും വണ്ടികൾ തന്നെ ഉണ്ടാവും. വലിയ കൂടത്തുമില്ല, കുറയത്തുമില്ല. എന്നാൽ എപ്പോഴും ഇങ്ങനെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കരിങ്കുന്നം ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ തൊടുപുഴ ടൗണിലെത്തും.